ആറ്റിറ്റ്യൂഡ് അല്ലെ. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് പല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പൊ എന്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ ആദ്യം തന്നെ കരുതിയത്. ഒരിക്കലും എനിക്ക് ഇതിന് കഴിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കമ്പനീന്റെ ഒരു സോണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്താൻ സഹായിച്ചത് നമ്മളെ ആറ്റിറ്റ്യൂഡിലുള്ള ഒരു മാറ്റമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മളെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണെന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വിജയിക്കുന്നത് വരെ ഞാൻ ഇതിൽ പ്രവർത്തിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പം നമുക്ക് എന്താണോ നമ്മളെ കൂടെ മുമ്പ് വന്ന ആളുകൾ, ഒരുപാട് ലീഡേഴ്സ് വന്ന് വിജയിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ നമ്മളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ലെറ്റർ ബി അല്ലെ, ബിലീവ് ആണ്, വിശ്വാസം. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുക അല്ലെ. നമുക്ക് ഇതിനൊക്കെ കഴിയും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ നമ്മൾ ബിസിനസിനെ കുറിച്ചൊരു വിശ്വാസം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഈ ഡയറക്ട് സെല്ലിങ്ങിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ പഠിക്കും, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു വിശ്വാസം നമുക്ക് ആദ്യം വേണം അല്ലെ. പിന്നെ നമ്മളെ പ്ലാന്, നമുക്കറിയാം നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ബൈനറി, അതായത് ബൈനറി അല്ല സൺഫ്ലവറും അല്ല, രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്ലാനും അല്ലെ. അതായത് ഡയറക്ട് സെല്ലിങ്ങിൽ ഇത്ര വരുമാനം കിട്ടുന്ന ഒരു പ്ലാന് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഹൈബ്രിഡ് ബൈനറി അത്രയും നല്ല പ്ലാനാണ്. അതുപോലെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇത്രയും സമയം പറഞ്ഞത് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ്. അപ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ട്. മറ്റേ ഒരുപാട് കമ്പനികൾ അവർക്കൊന്നും കിട്ടാത്തൊരു സർട്ടിഫിക്കറ്റ് ആണല്ലോ അല്ലെ, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്. നമ്മളെ ആയുർവേദത്തെ ഇപ്പൊ നമുക്ക് ഏറ്റവും വലുത് ഈ കോട്ടക്കൽ ആയുർവേദശാല, അത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മരുന്നായിട്ട് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷെ അവർക്ക് പോലും ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകത എത്രമാത്രം ഉണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പിന്നെ നമ്മളെ ലീഡേഴ്സ്, ലീഡേഴ്സിലുള്ളൊരു വിശ്വാസം. നമുക്കറിയാം നമ്മളെ വലിയ വലിയ ലീഡേഴ്സൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാം നമ്മൾ ക്ലാസ്സുകൾ തരുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സത്യസന്ധത വേണം അല്ലെ, ഇതിലൊരു വിശ്വാസം. ആരെയും നമ്മൾ പറ്റിക്കാൻ പാടില്ല, സത്യം മാത്രം പറഞ്ഞ് ബിസിനസ് ചെയ്യണം. അങ്ങനെയുള്ള ലീഡേഴ്സാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ആ ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ നമുക്ക് മാനേജ്മെന്റ്, നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MI വീർ അല്ലെ, മഹാവീർ ഇന്ത്യ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയ ഒരു ടോപ്പ് നിൽക്കുന്ന പിന്നെ മാനേജ്മെന്റ് ആണ് നമ്മളത്. അതിന്റെ ഹെഡ് നമുക്കറിയാം പ്രവീൺ ചന്ദൻ സാറ്. അപ്പൊ അവരൊക്കെ വീക്ഷണങ്ങള്, പിന്നെ ഇപ്പൊ കഴിഞ്ഞൊരു ഇവോൾവ് പ്രോഗ്രാമിൽ നമ്മളൊക്കെ കുറെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പൊ അന്ന് അവിടുന്ന് ഒരുപാട് പദ്ധതികൾ സാറ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്ക് 2030 1000-ഓളം പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അത്രയും പ്രൊഡക്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ, ഇന്ത്യയിൽ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി പെട്ട ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന കമ്പനിയാണ് നമ്മളെ കമ്പനി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ലെറ്റർ C ആണ്. C എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രതിബദ്ധത അല്ലെ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യും, അത് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അത് സാധിക്കുന്നത് വരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയാം അല്ലെ. Aയും Bയും അതായത് ആറ്റിറ്റ്യൂഡും ബിലീവും ക്ലിയർ ആണെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് സ്വയം ഉണ്ടാവും എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അതായത് നമ്മള് ഒരു ആഗ്രഹം, ഇപ്പൊ പല ആളുകൾക്കും ആഗ്രഹമുണ്ട് പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നല്ല പോലെ വിജയിക്കണം എന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പല ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തനം കുറവാണെന്നുള്ളതാണ്. പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. നാലാമത്തെ ലെറ്റർ നമുക്കറിയാം ഡ്യൂപ്ലിക്കേഷൻ അല്ലെ, അതായത് കോപ്പി അടിക്കുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കറിയാം അവിടെ കോപ്പി അടിക്കാൻ പാടില്ല എന്നാണ് പറയാറ് അല്ലെ. കോപ്പി അടിച്ചാൽ നമ്മൾ പിടിക്കും. അതായത് നമുക്ക് പരാജയമാണ് അവിടെ കോപ്പി അടി. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ കോപ്പി അടിയാണ് വിജയം അല്ലെ. എന്താണ് കോപ്പി അടിക്കേണ്ടത് എന്നാണ്, നമ്മളെ ലീഡേഴ്സിനെ കോപ്പി അടിക്കുക അല്ലെ. ലീഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത്, ലീഡേഴ്സ് എങ്ങനെയൊക്കെയാണോ ഇതിൽ വിജയിച്ചത്, നമുക്കറിയാം ഇതിൽ വിജയിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മളൊരു ഐഡിയ അടിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി എന്ന് വിചാരിച്ച് നമ്മൾ ഇതിൽ വിജയിക്കൂല. പക്ഷെ അതെന്ത് വേണം, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം, അതിനെക്കുറിച്ച് പഠിക്കണം. അതിനെന്ത് വേണം, നമ്മൾ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒക്കെ പരമാവധി അറ്റൻഡ് ചെയ്യണം. ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ശരിക്ക് മീറ്റിങ്ങും പ്രോഗ്രാമും ട്രെയിനിങ്ങും ഒക്കെ തന്നെയാണ്. അതില്ലെങ്കിൽ ഒരിക്കലും ഇതിൽ വിജയിക്കാൻ പറ്റൂല അല്ലെ. അപ്പോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മളെല്ലാ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അതുപോലെ ഫീൽഡ് വർക്ക്, ഫീൽഡിൽ ഇറങ്ങാതെ ഒരിക്കലും ഇത് വിജയിക്കാൻ പറ്റൂല അല്ലെ. നമ്മള് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്കിത് കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ച സമയത്ത്, പക്ഷെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങി പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ പ്രൊഡക്റ്റ് പറഞ്ഞ് ആളുകൾക്ക് കൊടുത്തപ്പോൾ അതിന് റിസൾട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോ ഫീൽഡ് വർക്ക് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം അല്ലെ. റീറ്റെയിലിന്റെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ആ ലാഭം കണ്ടാണ് ഇതിൽ എൻ്റെ കൂടെ കൂടിയത്. അപ്പൊ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് DP റേറ്റിന് കിട്ടുന്ന പ്രോഡക്റ്റ് MRP കൊടുക്കുമ്പോൾ അതിന് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു വരുമാന മാർഗ്ഗമാണ്. അതുപോലെ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ റിക്രൂട്ട്മെന്റ്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമുക്കറിയാതെ ഒരു ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെയല്ല. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ ചെയ്യുന്ന ഒരു കച്ചവടമാണ് അല്ലെ. പക്ഷെ ഇത് നമുക്കൊരു ടീം വർക്കാണ്. നമ്മൾ കൂടെ വരുന്ന ടീം അവരെ കൂടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടെ ഉള്ള ആളുകൾ വിജയിക്കുന്നത്. അതായത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഒരാളെ വിജയിപ്പിക്കുക, നമ്മളെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നേരെ മറിച്ച് ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കട ഒരാൾ തുടങ്ങി, അതേ ഒരു കട വേറൊരാൾ അതിന്റെ മുമ്പ് തന്നെ തുടങ്ങി, അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ രണ്ടാൾക്കും കച്ചവടം ഉണ്ടാവുക, അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്കാർക്ക് കച്ചവടം കുറയും അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മളെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന സെയിൽസിന്റെ ഒരു ശതമാനം അത് നമുക്ക് കൂടിയും കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാണ്, ടീം ബിസിനസ് ആണ്. ടീമിനെ എത്ര ആളെ നമ്മൾ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമുക്ക് ഇവിടെ വിജയമാണ് അല്ലെ. അപ്പൊ ഈ ടീമിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ലീഡേഴ്സും നമ്മളോട് പറയുന്ന കാര്യമാണ് ലിസ്റ്റ് മേക്കിംഗ് അല്ലെ. ഇപ്പൊ ലിസ്റ്റ് മേക്കിംഗ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ആളതിൽ കിട്ടൂല എന്നുള്ളതാണ്. നമുക്ക് ആളുകളതിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ ബാങ്ക് മാനേജർമാര് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ഇടുന്നുണ്ട് അല്ലെ. ഓരോ ആളുകളെ ഇപ്പൊ നമ്മളൊക്കെ പല ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ജ്വല്ലറികള്, ഇവരൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവരൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അതേപോലെ അപ്പൊ നമ്മൾ ചില ആളുകൾക്ക് പറയുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ സത്യത്തിൽ നമുക്ക് ഈ ലിസ്റ്റ് മേക്കിംഗ് ഭയങ്കര ഒരു സംഭവമാണ്. ആ ലിസ്റ്റ് മേക്കിംഗ് നിന്നാണ് നമുക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റുക. പിന്നുള്ളൊരു കാര്യം റീടെൻഷൻ ആണ് അല്ലെ. റീടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കാൻ, ഞാൻ പറഞ്ഞു വിൻ വിൻ ബിസിനസ് ആണ്. അപ്പൊ കൂടെ വന്ന ആളുകളെ വിജയിക്കണമെങ്കിൽ എന്ത് വേണം, അവർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവരെയും പഠിപ്പിക്കാം. അതാണ് റീടെൻഷൻ. അപ്പൊ കൊണ്ടുവന്ന ആളുകളെ നിലനിർത്തുക. അവര് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, അവർ ഈ കാര്യങ്ങൾ പഠിക്കണം അല്ലെ. പഠിച്ചു കഴിഞ്ഞാൽ അവരും ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടെ വന്ന ആളുകളും ഇതിൽ നമ്മളെ കൂടെ ബിസിനസ് ചെയ്യും. അപ്പോൾ ആ കാര്യമാണ് റീടെൻഷന്. അപ്പൊ ഇവിടെ പഠിക്കുക, പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, ഈ ഒരു 3 കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റീടെൻഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ സത്യത്തില് നമുക്ക് പല ആളുകൾക്കും പല സ്വപ്നങ്ങളും ഉണ്ടാവും. ഇപ്പോ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ വലിയ വീട് വെക്കുന്നു, അതുപോലെ നല്ല പ്രീമിയം കാറിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും പല ആളുകൾക്കും സാധാരണക്കാർക്കും ഉണ്ട് ആഗ്രഹങ്ങള്. പക്ഷെ എന്താണ്, നമ്മളെ ആഗ്രഹങ്ങള് അത് നമുക്ക് സാധിക്കൂല എന്നുള്ളൊരു നിലയിൽ നമ്മൾ അവിടെ വെക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അതിൽ വരുന്നതിന് മുമ്പേ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമോ സ്വപ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഡയറക്ട് സെല്ലിങ് എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത നമുക്ക് വന്നു തുടങ്ങിയത്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ലീഡേഴ്സ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ മുമ്പിൽ വിജയിച്ച ആളുകളുണ്ട്. അവരെന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത് ചെയ്താൽ നമുക്ക് ഇതൊക്കെ സാധിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് നമ്മളെ ഒരു സ്വപ്നം മാത്രമല്ല, സ്വപ്നം എന്ന് പറയുമ്പോൾ സ്വപ്നത്തിന് സമയം വെക്കുക, അതിനാണ് ഗോൾ എന്ന് പറയാം അല്ലെ. ഗോൾ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാനത് ചെയ്യും, ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഇത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു
ഗോള് അതുണ്ടായാൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ഇറങ്ങി ചെയ്യുള്ളൂ. മറ്റേത് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം എപ്പോഴും കണ്ട് നടക്കാം, പക്ഷെ അത് ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ ഗോള് വെച്ചാൽ ഇന്ന ദിവസം കൊണ്ട് ഞാനത് നേടുന്നുള്ളൊരു തീരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റുന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് സാധാരണ ജനങ്ങള് അവരെന്നും സാധാരണക്കാരാണ് അല്ലെ. അവര് പണിയെടുക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ആ ഒരു സിറ്റുവേഷൻ മാറുന്നില്ല, എന്നും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല. അയാൾക്ക് ഓരോ ദിവസങ്ങളും അയാളെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. കാരണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ആളുകൾ വരുമ്പോൾ ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് നല്ല വരുമാനം നേടാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ദരിദ്രര് എന്നും ദരിദ്രരായി കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവര് എന്നും സാധനങ്ങൾ വാങ്ങുകയാണ്. വാങ്ങുന്ന ആളുകൾക്ക് എന്നും വാങ്ങൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിൽക്കുന്ന ആളുകൾ അവരാണ് സമ്പാദിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്ന ബിസിനസ്മാൻമാരൊക്കെ എന്താണ്, എം എ യൂസുഫ് അലി, അംബാനി, അദാനി, ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ അവരെ പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണ്. വിൽക്കുന്ന ആളുകൾ അവർക്കാണ് പണം അല്ലെ. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുക, വാങ്ങുന്ന ഒരു രീതി മാറ്റിയിട്ട് വെറും വാങ്ങൽ മാത്രം എന്നുള്ള രീതി മാറ്റിയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറുക. അങ്ങനെ ആകുമ്പോൾ നമുക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ ഞാന് കുറച്ച് മുമ്പ്, ഒരു 2 വർഷം മുമ്പ്, 2-3 വർഷമായിട്ടുണ്ടാവും, വാമനൻ സാറിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. അന്ന് സാറിന്റെ ഒരു കിട്ടിയൊരു ഉപദേശമാണ് നമ്മൾ ഉയർന്ന കൈകളുള്ളവരാവുക എന്നുള്ളതാണ്. അതായത് കൊടുക്കുന്ന ആളുകൾക്കാണ് ഉയർന്ന കൈ ഉണ്ടാകുക അല്ലെ. താഴ്ന്ന കൈ എപ്പോഴും വാങ്ങുന്ന ആളുകളാണ്. വാങ്ങുന്ന കൈ എപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കും, കൊടുക്കുന്ന കൈ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉയർന്ന കൈയുള്ളവരാകുമ്പോഴാണ് നമ്മൾ വരുമാനം ഉണ്ടാകുന്ന ആളുകളായി മാറുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ലക്ഷ്യം നമുക്ക് വേണം. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് തന്നെ വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പൊ പല ആളുകളും നമ്മളെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് നമുക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ പോവുകയാണ് പല ആളുകളും. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാലോ. ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും, അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. അപ്പോ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ വേറെ ആരാണ് എനിക്ക് വേണ്ടി ജീവിക്കുന്നത് എന്നാണ് സാർ നമുക്ക് പറഞ്ഞു തന്നൊരു ഉപദേശം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ ജീവിച്ച് നമുക്ക് മാത്രം ചെയ്യുക എന്നുള്ളതല്ല, മറ്റുള്ള ആളുകൾക്കും കൂടി സഹായം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ മാറുക എന്നുള്ളതാണ്. എത്രയോ ആളുകൾ, പല ആളുകൾക്കും നമ്മൾ കാണുന്നതാണ്, പല ആളുകളും സഹായം ചോദിച്ച് നമ്മളെ കയ്യിൽ വരും. പക്ഷെ നമുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ രൂപത്തിലേക്ക് മാറണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കയ്യിൽ പണം വേണം അല്ലെ. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സമ്പാദിക്കണം. അപ്പൊ അതിനുള്ളൊരു അവസരം നമ്മളെ കയ്യിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വരുമ്പോ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ അതേ പറഞ്ഞു, ഞാൻ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇത്രയൊക്കെ തന്നെ കഴിയുള്ളൂ. ഇത്രയും നമ്മൾ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോ ഇതിൽ വരുമ്പോ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് അതിനൊരു ഓട്ടോറിക്ഷക്കാരനെ, അപ്പൊ മരുന്ന് കച്ചവടമാണ്, ഡോക്ടർമാര് കൊടുക്കണ മരുന്ന് ഇവന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പല ആളുകളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു മണി ചെയിൻ ആണെന്നുള്ള ഒരു വിമർശനം അല്ലെ. അപ്പൊ ഈ ആളുകൾക്ക് മണി ചെയിൻ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതിൽ വരുന്നതിന് മുമ്പ് ഞാനും ഇതൊക്കെ ഒരു മണി ചെയിൻ ആയിട്ടാണ് ഞാൻ കണക്കൂട്ടുണ്ടായിരുന്നത്. അപ്പോ മണി ചെയിൻ എന്താണ്? സത്യത്തില് മണി ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് അല്ലെ. പണം കൊടുത്തിട്ട് പണം ഉണ്ടാക്കുക, അവിടെ പ്രോഡക്റ്റ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഇത് മണി ചെയിൻ അല്ല. ആദ്യം നമുക്കൊന്ന് സമ്മതിച്ചു കൊടുക്കുക. ബെല്ലി സാറൊക്കെ പറയും പോലെ ശരിയാണ്, മണി ചെയിൻ ആണ്. അപ്പൊ അവരോട് ചോദിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണി ചെയിൻ എന്താണ്? അപ്പൊ അവർക്ക് ചിലപ്പോൾ അതിന് ഉത്തരം ഉണ്ടാവില്ല, അവരെന്താ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കുക, മണി ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മളതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്. ഇതില് നമ്മൾ വാങ്ങുന്ന പൈസക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു തട്ടിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. പിന്നെ ചോദിക്കും, നിങ്ങൾ അതൊരാളെ ചേർക്കണ പരിപാടിയല്ലേ എന്ന് ചോദിക്കും അല്ലെ. പിന്നെ ആളെ ചേർക്കുക എന്ന് പറയുമ്പോൾ ആളെ ചേർക്കാത്ത ഏത് ബിസിനസ്സാണ് ഉള്ളത്? ഇപ്പൊ നമ്മള് സാധാ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി, അവിടെ നമ്മൾ പല ആളുകളെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ആളുകൾക്ക്. പിന്നെ അവരും തന്നെ നമ്മളെ മൊബൈൽ നമ്പറൊക്കെ വാങ്ങും അല്ലെ നമ്മളെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമുക്ക് അവര് ഓരോ പരസ്യങ്ങൾ നമുക്ക് വിട്ടുതരും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരാളെ ചേർക്കുന്ന രൂപം തന്നെയാണ് എല്ലാ സ്ഥലത്തുള്ളത്. അത് മാത്രമല്ല, നമ്മളെ ഇവിടെ
ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇടനിലക്കാരുണ്ട് അല്ലെ? ഇതൊക്കെ കണ്ണി കണ്ണിയായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും അതിൽ ഒരുപാട് ഇടനിലക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ ആളെ ചേർത്ത് ചേർത്ത് വരുന്ന സംഭവം പോലെ തന്നെയാണ്. അപ്പൊ അതും അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നുള്ളൂ അല്ലെ? പിന്നെ പറയും ആദ്യം വരുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. ലാസ്റ്റ് വരുന്നവർക്കൊന്നും കിട്ടൂല അല്ലെ? അതൊക്കെ സത്യത്തിൽ മണീസൈന്റെ ഒരു സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ആർക്കാണോ ഇതിൽ പിന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുക ആ ആൾക്കാർക്കൊക്കെ ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ചിലവർ ചോദിക്കും, നീയും പെട്ടൂലേ, നീയും കുടുങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കും അല്ലെ? പക്ഷേ സത്യത്തില് അവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത് അല്ലെ? പിന്നെ ചിലർ പറയും ഇതൊക്കെ വന്നു പോയതാണ്, ഇങ്ങനെ ഒരുപാട് പേരും അത് പോകും, അതൊക്കെ പൊളിയും അല്ലെ? പക്ഷെ നമ്മളെ ബിസിനസ് എന്താന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്നും നമ്മളെ കമ്പനി ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാവധാനം എന്ത് ചെയ്യുക, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വില കൂടുതലാണെന്ന് പറയും അല്ലെ? അപ്പോ വില കൂടുതലാണ് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ സാധാ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനൊന്നും വില ഇല്ല, വില കുറവാണ്. കാരണം എന്താണ്? അത് അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ അല്ലെ? ചീപ്പാണ്. അതെ, ചീപ്പ് പ്രൊഡക്റ്റ് ഒരിക്കലും പിന്നെ വില ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് വില ഉള്ള പ്രൊഡക്റ്റിനോട് ഒരിക്കലും പിന്നെ മൂല്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് എന്നും ചീപ്പ് സാധനങ്ങളായിരിക്കും. ചീപ്പ് പ്രൊഡക്റ്റിന് പിന്നെ വില ഇല്ലാത്തതേ ഉള്ളൂ. വില ഉള്ള പ്രൊഡക്റ്റിന് എന്നും പിന്നെ എന്താണ്, അത് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാവും അല്ലെ? അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും ഇത് ഹറാമാണ് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യാൻ പാടില്ല. പിന്നെ കാരണം ആളെ ചേർക്കുന്ന പരിപാടി ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, ശരിയല്ല എന്നുള്ള ഒരു രൂപത്തിൽ പല ആളുകളും സംസാരിക്കും. പക്ഷെ സത്യത്തില് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ് ഹറാമ്? ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളല്ലേ നമ്മൾ കൊടുക്കുന്നത്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള. സത്യത്തില് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് കീടനാശിനികളും ഇതൊക്കെ ചേർത്ത ഉൽപ്പന്നങ്ങൾ അല്ലെ? നമ്മൾ അരി പച്ചക്കറി ആണെങ്കിലും മത്സ്യമാണെങ്കിലും ശരിക്കും അതാണ് ഹറാമ്. ജനങ്ങളെ പറ്റിക്കുകയാണ് അല്ലെ? നല്ല പ്രൊഡക്റ്റിന് പകരം കീടനാശിനികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതാണ് അത് ഒരുപാട് അസുഖം ഉണ്ടാകാൻ കാരണമാവും. ശരിക്കും അതാണ് ഹറാമ്. പക്ഷെ നമ്മളത് ഒരിക്കലും നമ്മൾ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഇത് ഹറാമാകാനുള്ള ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഫീൽഡിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ നമ്മൾക്ക് കേൾക്കും. അതിനൊക്കെ നമ്മൾ മറുപടി എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു അത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഡയറക്ട് സെല്ലിങ് എന്തിനാണ് ചെയ്യണത് എന്നുള്ള കാര്യം ആണ് ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് എന്താണ് വരുമാനം ഉണ്ടാക്കുക എന്നതിനപ്പുറം നമുക്ക് എന്ത് വേണം? പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകം ആണ് അല്ലെ? നമ്മൾ എന്താണ് ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നത്? എന്തിനാണ്? സത്യത്തിൽ നമ്മൾ പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരാൾ പണിയെടുക്കുന്ന ഒരാള് അയാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പണിക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് അയാൾക്ക് എന്തില്ല, വരുമാനമല്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ട് സെല്ലിങ് ചെയ്യുക. ഡയറക്ട് സെല്ലിങ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, നമ്മളൊരു ടീം ഉണ്ടാവും. ആ ടീം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരിവിടെ ആക്റ്റീവായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വരുമാനമാണ്. അതിനാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാസീവ് ഇൻകത്തിന് ആവണം. അപ്പൊ മാത്രമേ നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. ഇപ്പൊ നമ്മളൊന്ന് കടന്നു പോയാലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന രീതിയിൽ വരണമെങ്കിൽ അത് നമുക്ക് പാസീവ് ഇൻകം ആണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ അതിന് മാത്രം ടീമിനെ നമ്മൾ എത്രത്തോളം ആളുകളെ നമ്മളെ കൂടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ആളുകളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അല്ലെ? ഒരുപാട് നേട്ടങ്ങൾ. എന്തൊക്കെ നേടാൻ പറ്റും? നമുക്ക് ഹെൽത്ത് നേടാൻ പറ്റും അല്ലെ? ആരോഗ്യം. വേറെ ഏതൊരു ബിസിനസ്സിലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുക? ഇവിടെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സംരക്ഷിക്കാനും നമുക്ക് വേണ്ട എല്ലാ പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളത്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ വെൽത്ത് അല്ലെ? പിന്നെ പണം ഉണ്ടാക്കാനും നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം, സ്വാതന്ത്ര്യം അല്ലെ? ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മള് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ ഒരു സ്വാതന്ത്ര്യം അല്ല. നമ്മളെ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് നേടണം എന്നുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ അതിനൊന്നും നമുക്ക് അല്ലെങ്കിൽ പൈസ അല്ല, അല്ലെങ്കിൽ നമുക്ക് സമയമല്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പണം ഉണ്ടാകുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമായി കഴിഞ്ഞു. നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് പോകാം. അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ ഒരാളെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പരിമിതികളുണ്ട് അല്ലെ? അയാൾക്ക് ഇപ്പോ ഒരു മുതലാളിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകാൻ പറ്റൂല. ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ അയക്കൂല.
പക്ഷെ ഇവിടെ നമ്മൾ ആരും കീഴിലല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് നമ്മളെ ബിസിനസ്സാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം അല്ലെ. അപ്പൊ അതിനൊക്കെ ഉള്ള ഫ്രീഡം നമുക്ക് കിട്ടുന്നത് ഈ ഡയറക്ട് സെല്ലിങ്ങിലാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഒരുപാട് ബന്ധങ്ങൾ. ഇപ്പോ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് എത്രയോ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു, എത്രയോ ആളുകളെ നമ്മൾ അടുത്ത ബന്ധുക്കളെ പോലെ നമ്മൾ അത്രയും സ്നേഹത്തിൽ നമ്മൾ പെരുമാറുന്നുണ്ട്. ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ അത്രയും നമ്മൾ അടുത്ത ആളുകളായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എവിടെ പോയാലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മളൊരാളെ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് സഹായത്തിന് അവിടെ ആളുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഡയറക്ട് സെല്ലിങ്ങിൽ വന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് സാധാരണ ഒരു ജോലിയായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലെ. അപ്പോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ ഈ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഇടനിലക്കാരും പരസ്യക്കാരും മുഖേന ഉണ്ടാകുന്ന, അപ്പൊ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ. ഇപ്പൊ നമ്മളൊരു ഉൽപ്പന്നം, ഒരു 100 രൂപേന്റെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ശരിക്ക് അതിനൊരു 40 രൂപ വരെ അതിന് ചെലവ് വരുന്നുള്ളൂ. ബാക്കി 60 രൂപയും നമുക്ക് വെറുതെ കൊടുക്കുകയാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ആ പൈസ വെറുതെ പോകുന്നില്ല. അത് നമ്മളെ കമ്പനി നമ്മളിതിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് തന്നെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ലൊരു വരുമാനമായി മാറുക എന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ കൊടുക്കുന്ന പണം നമുക്ക് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചു തരുന്ന ഒരു സിസ്റ്റം അല്ലെ. അപ്പൊ എത്രത്തോളം മഹത്തരമാണ് നമ്മൾ ഈ സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞൊരു സംഗതി അല്ലെ. ഇപ്പൊ എന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അതിന് സാധ്യമായത് എന്തുകൊണ്ടാണ്, നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് വികാസം വന്നതുകൊണ്ടാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഒരുപാട് ആളുകളെ ആയിട്ട് ഇടപഴകാനും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ഇപ്പൊ ഞാനൊക്കെ ഇതിൽ വരുന്നതിന് മുമ്പ് എനിക്ക് മൊബൈലിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. കോൾ ചെയ്യും അല്ലെങ്കിൽ വാട്സപ്പ് എടുക്കുന്നല്ലാതെ അതിനപ്പുറം മൊബൈലിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല, പഠിക്കുന്നില്ല. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് ഒരു മിനി കമ്പ്യൂട്ടറാണ് നമ്മളെ മൊബൈൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരു ID ക്രിയേഷൻ ചെയ്യാം അല്ലെ, അതിന് ചെയ്യാൻ പഠിച്ചു. അതുപോലെ ഒരു മെയിൽ അയക്കാന്, അതുപോലെ നമ്മൾ പോസ്റ്റർ മേക്കിംഗ്, പോസ്റ്റർ ഉണ്ടാക്കാന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന് പഠിക്കാം. അതായത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പ്രസന്റേഷൻ സ്കില്ല്, ഇതേപോലെ നമുക്ക് ആളുകളോട് കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ സെയിൽസ് ക്ലോസിംഗ് സ്കില്ല്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബിസിനസ് ഒരു കച്ചവടം എന്നുള്ള രൂപത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ആള് ഞാനിപ്പോ എന്റെ ടീമിലൂടെ ഏകദേശം ഒരു 60 ലക്ഷത്തോളം സെയിൽസ്, അത്രയും ഉൽപ്പന്നങ്ങൾ ഞാൻ എന്റെ ടീമിലൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു സെയിൽസ് ക്ലോസിംഗ് സ്കില്ല് ഉണ്ടായതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ വിജയിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. നമുക്ക് പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഗോള്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വപ്നം മാത്രം ഉണ്ടായാൽ പോരാ, അത് ഗോളാക്കി മാറ്റണം. അത് എപ്പോഴാണോ നമ്മൾ മാറ്റുന്നത്, ആ സമയമാകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് മാറുമ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ടല്ലേ, 6:50 ആയല്ലോ. അപ്പൊ ഇനി കൂടുതലും പറയുന്നില്ല. നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ അത് വളരെ വിലപ്പെട്ടതാണ്, നമുക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞു പോയാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല. അപ്പൊ സമയത്തിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. എത്ര സമയം നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം ഹാർഡ് വർക്ക് ചെയ്തിട്ട്, കഠിനാധ്വാനം ചെയ്തിട്ട് ഇത്രയും സമയം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മളെ മുമ്പിലുള്ള ലീഡേഴ്സിന്റെ അതേ രൂപത്തിൽ മാറാൻ നമുക്ക് ഓരോ ആളുകൾക്കും കഴിയുന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കേട്ടിരുന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലെ. അവര് കളിയാക്കലും കുറ്റപ്പെടുത്തലും ചെയ്യുന്നത് അവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ നമ്മൾ സമയം എന്ന് പറഞ്ഞാൽ അത് നമ്മളത് മാത്രമാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അത് സമയത്തിന്റെ വില എന്താണ്, അത്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ വിജയത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പൊ